സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. പേടിക്കണ്ടടോ, കാലല്ല, ഒരു പാവം മനുഷ്യനാ. ചാവാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. പക്ഷെ എന്തിനാ ചാവുന്നതെന്ന് പറഞ്ഞിട്ട് ചത്തൂടെ? ഞാൻ രാജു, അടുപ്പമുള്ളവരെന്നെ തരികിട രാജു എന്ന് വിളിക്കും. ഞാൻ മഹി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീടിന്റെ ആധാരം പണയം വെച്ച് കൂട്ടുകാരൻ്റെ കൂടെ ബിസിനസ്സിനിറങ്ങി. എന്നാലോ വിശ്വസ്തനായ കൂട്ടുകാരൻ പണവും കൊണ്ട് പൊങ്ങി. തരല്ല. എനിക്കിതെന്റെ കഥ കേൾക്കുമ്പോഴേ പഴയ ഒരു സിനിമാ കഥ മോഡല്ല തോന്നി. നിനക്ക് വെറും ഒരു കഥയാ, എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ജീവിതം. എടാ, ഒരു പ്രശ്നം വരുമ്പോ ചാവാൻ നടന്ന ഈ ലോകത്തുള്ള 99% ആളുകളും ചാവേണ്ടവരാ. എടാ, അവിടെ നിന്ന് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് വരുന്നവനാടാ ആൺകുട്ടി. ഞാൻ എങ്ങോട്ട് വരണോ? എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവന്റെ അടുത്തേക്ക്, നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നവന്റെ അടുത്തേക്ക്, കുട്ടന്റെ അടുത്തേക്ക്, കുട്ടന്റെ അടുത്തേക്ക്. വാറ്റുകൂട്ടെന്ന് പറഞ്ഞു. ആരാ വാറ്റുകൂട്ടൻ? വാറ്റുകുട്ടൻ ആ പേരിൽ തന്നെയുണ്ട് അവൻ ആരാന്നുള്ളതിന്റെ അർത്ഥം. എന്റെ ഷായി സാറേ, ഒരു മണിക്കൂറായി കാത്തിരിക്കുന്നത്. അയാൾ എവിടെ പോയി കിടക്കുക? ഒരു മണിക്കൂറില്ല, ചിലപ്പോ 9 മണിക്കൂർ കാത്തിക്കേണ്ടി വരും. വരാൻ പോകുന്നതേ ചില്ലറക്കാരനല്ല, പുലിയാണ്, പുലി.
എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കിന്റെ ഇടയിൽ സല്യൂട്ട് ചെയ്തിരുന്നു. എന്താ സാറേ കുറെ നേരമായി കാത്തിരിക്കുന്നു, സാറ് വിളിച്ച കാര്യം പറ. അനിയ, എക്സൈസ് ഓഫീസർ എന്ന് വെച്ചാല് വീട്ടിലിരുന്ന് പിള്ളേരെ കളിപ്പിക്കുന്ന പണിയല്ല. സാറേ 4-5 മാസമായിട്ടുള്ളൂ സർവീസ് കയറിയിട്ട്. അതിന്റെ ഒരു പരിചയക്കുറവാ. അത് സാറ് ക്ഷമിച്ചുകളാ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ബട്ട് ഒരു കാര്യം നീ ഓർക്കണം, എനിക്ക് വേണ്ടിയല്ല, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ഞാൻ അങ്ങോട്ട് അയച്ചത്. സാറേ 4 മാസമായി വാറ്റുകൂടെ അന്വേഷിച്ചു, ഇതുവരെ ഒരു തെളിവ് നമുക്ക് കിട്ടിയില്ല. അത് മാത്രമല്ല സാറേ, അവനെ തപ്പി നടന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ പോലും പോകാൻ പറ്റുന്നില്ല. ഷാജി, നിങ്ങൾ നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ അവനോ എത്ര കുട്ടികളുടെ ഭാവിയാവും നഷ്ടപ്പെടുത്തുന്നത്. സാറിന്റെ ഈ കോലം കണ്ടു. ഡ്യൂട്ടി കയറി അന്ന് മുതൽ വാറ്റുകൂട്ടിനെ പുറകെ. ഞാൻ ഇതുവരെ ഓഫീസിൽ കയറിയിട്ട് പോലും. നമ്മൾ യൂണിഫോം ഇട്ട് പോയാൽ അവനെ പിടിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങളോട് മഫ്തിയിൽ പോകാൻ ഞാൻ പറഞ്ഞത്. അവൻ അന്വേഷിച്ച് വെച്ച് കുറച്ച് പിള്ളേരെ കാര്യം മാത്രമേ കിട്ടിയുള്ളൂ. അത് മാത്രമല്ല സാറേ, ഞങ്ങൾക്ക് വാറ്റുകൊട്ടെന്നൊരു പേര് മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ ഒരു തെളിവ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ കുട്ടികളെ വാക്ക് കേട്ട് അവിടെ എത്തിയാലും അവിടെ എത്തുമ്പോൾ അവൻ രക്ഷപ്പെടും. അതിന്റെ കാരണം റോട്ടിൽ വണ്ടി നിർത്തുമ്പോഴേക്കും കാട്ടിൽ അവന് വിവരം കിട്ടും. പല നാൾ കള്ളൻ ഒരു നാൾ പിടി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ അവനെ ഞാൻ പൂട്ടിക്കെട്ടും. എങ്ങനെ സാറേ? ഷാജി, കാണാൻ പോണ പൂരം എന്തിനാ പറഞ്ഞറിയും? അത് കണ്ടാ പോരെ. വാറ്റുകാരന്റെ അടുത്തേക്കാലേ ഈ പെണ്ണെ കൊണ്ടുവന്ന് കളിയാ 300-നോ 500-നോ സാധനം വിൽക്കുന്ന ലോക്കൽ കളിയാണെന്ന് വിചാരിച്ചത്. അതുക്കും മേലെ അപ്പോ കുട്ടികളെ എക്സസൈസ് പിടിച്ചാലോ? പിടിക്കാതിരിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കാനല്ലേ അലിയ ഞാനിവിടെ ഉള്ളത്. അങ്ങനെ നടന്നാട്ടെ. അല്ല, എന്നാലും എക്സൈസ് കുട്ടികളെ പിടിച്ചാലോ? ഇത്രയൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ട് അവർ എക്സസൈസ് പിടിച്ചാ അവർക്ക് അവരുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. അതാണ് കുട്ടന്റെ നേരം. ഞങ്ങളെ കുറിച്ചൊന്നും കുട്ടികൾക്കറിയില്ല. അവർക്കറിയുന്ന ആകെ ഒരു കാര്യമേ ഉള്ളൂ, കുട്ടൻ, വാറ്റുകുട്ടൻ. ഇതൊക്കെ പോരാഞ്ഞ് അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിക്കാൻ അവരുടെ പുറകില് ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. അങ്ങനാണെങ്കിൽ ഈ കുപ്പി വിറ്റ പൈസയായിട്ട് കുട്ടികൾ മുങ്ങിയാലോ?
നീ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ഒരുത്തൻ ശ്രമിച്ചിരുന്നു, എന്നാൽ അവന്റെ അവസ്ഥ നമ്മൾ കഷ്ടപ്പെടുന്നു, ഈ പൈസ ഇതിനെ അവർക്ക് കൊടുക്കുന്നത്, ഈ പൈസ നമ്മൾ രക്ഷപ്പെട്ടാ പോരെ. എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള വഴി ഞാൻ തന്നെ കാണിച്ചു തരാം. വേണ്ട, ചെയ്യല്ലേ. സ്നേഹിച്ചു നിന്ന മക്കൾക്ക് ഞാൻ എന്റെ ജീവൻ, പക്ഷെ ചതിച്ച ആ ജീവൻ ഞാൻ എന്താ കഥ കേട്ടിട്ട് ആകെ സ്റ്റെക്കായത്? ഇനി ഒരുപാട് നടക്കാനുണ്ട്. വാ. അല്ല, നിങ്ങൾ കുട്ടികളോട് ചെയ്യുന്ന ചതിയല്ലേ? എന്ത് ചതി? ആരോരുമില്ലാത്ത കുട്ടികൾക്ക് കഴിക്കാൻ ഭക്ഷണം, ധരിക്കാൻ വസ്ത്രം, എൻജോയ് ചെയ്യാൻ ആവശ്യത്തിലധികം പണം, ഇതിലെന്ത് ചതിയാ ഉള്ളത്? എങ്ങാനും പിടി വീണാൽ കുട്ടികളെ ഭാവി പോയില്ലേ? ഒരു കണക്കിന് പറഞ്ഞാ എക്സസൈസ് പിടിച്ചാൽ അവർക്ക് തന്നെയല്ലേ ലാഭം. എങ്ങനെ? സർക്കാർ ചെലവിൽ ഭക്ഷണം, വസ്ത്രം, പഠനം, ഉറക്കം. അവരെ എക്സസൈസ് പിടിച്ചാലും അവര് സേഫാ, പിടിക്കുന്നവരെ ഞങ്ങളും. വാ. അല്ല, നിങ്ങൾ ഈ വാറ്റ് പരിപാടി അല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വേറെന്ത് പരിപാടി? അല്ല, ഈ ലാഭം കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ വേറെ. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇതിനേക്കാൾ ലാഭം ഉണ്ടാവുന്ന പരിപാടിക്ക് രണ്ടുപേര് വന്നിരുന്നു. അവര് വന്നതുപോലെ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചോട്ടാ, എടുത്തടിക്കുന്നേ. ഡാനി,
നിന്റെ ഈ സൽക്കാരം സ്വീകരിക്കാൻ വന്നല്ലോ ഞങ്ങള്. എന്താണോ മാറ്റൂട്ടൻ? വരേണ്ട സമയമാകുമ്പോ ആരും വിളിക്കാതെ വന്നോളും സാറേ. ഡാനി വേണ്ട. കാത്തിരിക്കാൻ അവനാരാ? ദൈവപുത്രനോ? ദൈവപുത്രനല്ല സാറേ, ചെകുത്താനാ. കാരണം ഇത് കലിയുഗമല്ലേ. ഈ കലിയുഗത്തില് രാമനാകുന്നതിനേക്കാൾ നല്ലത് രാക്ഷസനാകുന്നതാണ്. സോറി സാറേ, ഞാൻ സ്വല്പം വൈകിപ്പോയി. പറ, എന്ത് സഹായമാ ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ചെയ്യേണ്ടത്? ഡാനി സാധനം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. മാർക്കറ്റില് 1.5 കോടി രൂപയായിട്ട് വരാം. 1.5 കോടി. പിള്ളേരെ വെച്ച് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഇടയിൽ ഇതും കൂടി അങ്ങോട്ട് കയറ്റി കൊടുത്താലേ ഇരട്ടി ലാഭം ഉണ്ടാക്കാം. എന്താ? എബ്രഹാം സാറേ, ഒരുപാട് പണവും പത്രാസും ഉണ്ടായിട്ടുണ്ട്. സാർ എന്നെ കാണാൻ ഇവിടെ വന്നു. അതിൻ്റെ ഒരു റെസ്പെക്റ്റ് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തരും. പക്ഷേ ആളുകളുടെ തലച്ചോറ് കേടാക്കുന്ന ഈ സാധനം അത് ഉപയോഗിക്കാനും ഉപയോഗിപ്പിക്കാനും എനിക്കോ എൻ്റെ പിള്ളേർക്കോ താല്പര്യമില്ല. പിന്നെ നീ ഇവിടെ കൊടുക്കുന്നത് ജനങ്ങൾക്ക് പാൽപ്പായസാണോടാ? ഡാനി, എന്നെ കാണാൻ വരുന്നത് എൻ്റെ ശത്രുവാണെങ്കിലും ശരി, മിത്രമാണെങ്കിലും ശരി, അവരെൻ്റെ അതിഥികളാണ്. ആ ഒരു റെസ്പെക്റ്റും ബഹുമാനവും ഇതുവരെ ഞാൻ നിനക്ക് തന്നു എന്ന് കരുതി ഇവിടെ കിടന്ന് കൂടുതൽ ഡയലോഗ് അടിച്ച നിന്റെ തന്തപ്പടി എനിക്ക് കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്ന ഈ ഡ്രഗ്സിന്റെ പെട്ടിയില് നിന്റെ തലയും ഉടലും വെട്ടി പീസ് പീസാക്കി കുടുംബത്തേക്ക് ഞാൻ പാർസൽ അയക്കും. ഡാനി കുട്ടാ, എനിക്കൊരു സഹായത്തിന് വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത്, നിങ്ങൾക്കൊരു സഹായത്തിനാ. എബ്രഹാം സാറേ, തലയിൽ ഒരു പാത്രം വെള്ളം പാർന്നാ തീരാവുന്ന ലഹരിയേ ഉള്ളൂ വാറ്റുകൂട്ടന്റെ സാധനത്തിൽ. അല്ലാതെ മുന്നിലിരിക്കുന്നത് തന്തയാണോ തള്ളയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാധനം ഉപയോഗിക്കുന്ന ശീലം കുട്ടനും ഇല്ല, കുട്ടന്റെ ഈ നിൽക്കുന്ന പിള്ളേർക്കും ഇല്ല. അപ്പയോട് ഞാൻ ആദ്യം പറഞ്ഞതാ, ഇവരെ പോലുള്ള തെണ്ടുകൾ ആവശ്യം നമുക്കില്ലാതെ ഇവരൊക്കെ പൊട്ടിച്ച് കളയുന്നത് നല്ലത്. മച്ചു, എടുത്തുചാട്ടം അത് നല്ല ശീലമല്ല. ഞാൻ ഏത് കാര്യവും കൃത്യമായിട്ട് ആലോചിച്ചിട്ടേ തീരുമാനം പറയാം. പറഞ്ഞ തീരുമാനം ഒട്ടും മാറ്റാറുമില്ല. കാരണം പറഞ്ഞ വാക്കും ജനിപ്പിച്ച തന്തയും എനിക്ക് ഒന്നേ ഉള്ളൂ, കൊഞ്ച അങ്കപ്പാറ് കണ്ണ. സാറേ, ഇമാതിരി പൊട്ടുന്നതായിട്ടൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ സാറേന്ന് വിളിച്ച നാവുകൊണ്ട് മറ്റു പലതും എനിക്ക് വിളിക്കേണ്ടി വരും. ഇറങ്ങി പോടാ. കുറെ നേരമായാലോ നടക്കാൻ തുടങ്ങിയിട്ട്, ഇതൊരു എത്താനായില്ല. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെയുണ്ട്. അല്ല, നീ പറഞ്ഞ കുട്ടികളെവിടെ?
കുട്ടികളെ കാണാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ മച്ചു. പിള്ളേരെ കാണുന്നതിന് മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ കുട്ടൻ, അടുപ്പമുള്ളവര് വാറ്റുകുട്ടൻ എന്ന് വിളിക്കും. ആള് ജീവിതം മടുത്ത് ചാവാൻ ഇറങ്ങിയതാ, അപ്പോഴാ ഞാനിങ്ങ് പൊക്കിയെ. മച്ചു, ഈ ജീവിതം എടുക്കുമ്പോൾ ചാകാൻ ഇറങ്ങി പുറപ്പെട്ട ഞാനും ഇവനും ഒക്കെ ലൈഫിൽ ഒരു 100 തവണയെങ്കിലും ചാവേണ്ടി വരും. ഇത് ചാവുന്നവർക്കുള്ള ലോകമല്ല, ജീവിക്കുന്നവർക്കുള്ള ലോകമാ. അതിന് പറ്റുമെങ്കിൽ കൈകൊട്. നോക്കി നിൽക്കാതെ കൈ കൊടണ്ണ. മക്കളെ പറ്റി ജീവിക്കുന്ന ജീവിതം ഒരു ജീവിതമാണോ? ജീവിക്കാണ് ആണുങ്ങളെ പോലെ ജീവിക്കണം. കൊലയാടി മോനെ, ഞാൻ ഒരു ആണെന്ന് കരുതിയോടാ നീ? നല്ല കൂട്ടുകാരനെ മാത്രമല്ല, കൂടെ നിന്നൊച്ചുന്നവനെയും തിരിച്ചറിയും. ഇൻസൈറ്റ്, അകക്കണ്ണ് എനിക്കതുണ്ട്. നീ ഇവിടെ എത്തിയ ആ സെക്കൻഡ് തൊട്ട് നീ എന്റെ ശത്രുവാണോ മിത്രമാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാ നിന്റെ മുന്നിൽ ഞാൻ ഇതുവരെ സംസാരിച്ചത്. നീ എന്ത് കരുതി ഇവിടെ ഒന്ന് ചുമ്മാ ഡയലോഗ് എടുത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുകാരനായിട്ട് കൂടെ വന്ന് ചേർന്ന് ഞങ്ങളെ മൊത്തം മുടിപ്പിച്ച് ഇവിടുന്ന് സകല തെളിവുകളും ശേഖരിച്ച് മുന്നോട്ട് പോകാമോ? മുത്തേ, ഈ കാരിങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിനക്ക്? ഞാൻ വെറും ലോക്കൽ ആയതുകൊണ്ട് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള തലച്ചോറുള്ളത് കൊണ്ടാ. അതുകൊണ്ടാണ് കുഞ്ഞാ ഇത്രയും കാലം ഈ കാട് ഭരിക്കുന്ന വാറ്റുകുട്ടനായിട്ട് എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റിയത്. നിന്നെക്കാട്ടിൽ ബുദ്ധിയുള്ളവര് ഇവിടെ ഉണ്ട് കുട്ടാ. സാർ, നമ്മുടെ ടീമിനെ കൂട്ടാതെ എന്നോട് എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ വരാൻ പറഞ്ഞത്? മഹി, നമ്മുടെ ടീമുമായി കാട് കയറിയ വാറ്റുട്ടനെ പിടിക്കാൻ പറ്റില്ല. എന്നാൽ നീ ഒറ്റക്ക് പോയാൽ പലതും നടക്കും. സാർ എന്താ പറയുന്നത്? ഇത്രയും വലിയ കാട്ടി ഞാൻ ഒറ്റയ്ക്ക് പോയി എന്ത് ചെയ്യാൻ? പലതും ചെയ്യാനുണ്ട്. അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല സാറേ, എന്നെ വിട്ടേക്ക്. കുട്ടികളെ വെച്ച് ഇതുപോലത്തെ ചെറ്റത്തര പരിപാടി ചെയ്യുന്ന ഇവനൊക്കെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് എക്സൈസുകാരാണോ അല്ലെങ്കിൽ എന്ത് മനുഷ്യരാണോ? സാർ പറ, ഞാൻ എന്ത് ചെയ്യണം? നീ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ ഫയലിലുണ്ട്. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. സാറേ, നമ്മൾ കളിക്കാൻ പോകുന്നത് തീക്കളിയാണ്. തീക്കളി. മഹി, ഈ കളിയിൽ വാറ്റൂട്ടൻ കുടുങ്ങും, അല്ലെങ്കിൽ അവനെ ഞാൻ കുടുക്കിയിരിക്കും. അപ്പൊ അങ്ങനെ കൂട്ടോ പോവല്ലേ? ചുമ്മാ അങ്ങ് വന്ന് തൂക്കാൻ. ഇത് നീ ഭരിക്കുന്ന നാടല്ല, ഞാൻ ഭരിക്കുന്ന കാടാ. മിടുക്കൻ. കളി കഴിഞ്ഞിട്ടില്ല കുട്ടാ. എന്താ കുട്ടാ, പേടിച്ചു പോയോ? ഇത് വെറും സാമ്പിള്, വെടിക്കെട്ട് കാണാൻ പോണേ ഉള്ളൂ. സാറേ, കുറച്ച് ഡ്യൂട്ടിക്ക് ആളുകളെയും കൂട്ടി വന്ന് ചുമ്മാ ഡയലോഗ് അടിച്ച്
തോക്കും ചൂണ്ടി ഇവിടുന്ന് തൂക്കിയെടുത്തോണ്ട് പോകാൻ ആർക്കും പറ്റും. നിങ്ങളൊക്കെ ആണാണെങ്കിൽ നട്ടലിന് ബലമുണ്ടെങ്കിൽ ഈ തോക്ക് മാറ്റി ഒന്ന് നേർക്ക് നേരെ മുട്ടി നോക്ക്. Boys, gun down. ആള് ഞാൻ വിചാരിച്ച പോലെയല്ല, പുലിയാ. സാറെന്തിനാ വല്ലോന്റെ ചോറ് കയറുന്നത്? നിങ്ങൾക്കുള്ള ഞാൻ വിളമ്പൂലേ? ഞാൻ പറഞ്ഞില്ലേ സാറേ, ആണത്തം കാണിക്കാൻ പുറപ്പെട്ട വാറ്റുകുട്ടൻ്റെ അത്രയും പവറ് നിങ്ങൾ ഏമാമാർക്കില്ലെന്ന്. തൂക്കിയെടുക്കണോ രണ്ട് നാറികളെ? സാർ, എന്താ ഷാജി? ഈ കാടിനുള്ളിൽ ടെർഫ്, അതിന് തൊട്ടടുത്തൊരു ഗോഡൌണ്, ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചു സാറേ? ഈ സ്ഥലത്തിന്റെ ക്രെഡിറ്റ് എനിക്കുള്ളതല്ല, അത് കുട്ടനുള്ളതാ. അതെന്താ സാറേ? കാരണം ഇത് കുട്ടന്റെ ഏരിയ, വാറ്റുകുട്ടന്റെ ഏരിയ. സാറേ, ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോകാണ്ട് ഇവരെ സ്ഥലത്തേക്ക് എന്തിനാ കൊണ്ടുവന്നത്? വേണ്ട തെളിവില്ലാതെ സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ അവര് പുല്ലുപോലെ ഇറങ്ങിപ്പോരും. 2-3 വാറ്റുകുപ്പികൾ കിട്ടിയില്ലേ സാറേ? അതുപോരെ? കുട്ടിയല്ല നമുക്ക് വേണ്ടത്, അവന്റെ കയ്യിലെ കുട്ടികളെയാണ്. അത് കിട്ടുന്നവരെ ക്ഷമിച്ചേ പറ്റൂ. എന്താ ഷാജി അവിടെ ഒരു ശബ്ദം? അതാ കുട്ടിനെ ചോദ്യം ചെയ്യാ സാറേ. തല്ലുകൊണ്ട് അവൻ ചത്തുപോയാൽ സമാധാനം പറയേണ്ടത് ഞാനാ. ശരി വാടോ. അതെ സാറേ, ഇനി ആഴ്ച ചത്തു. മതി, ആവശ്യത്തിന് കൊടുത്തില്ലേ, അത് മതി.
കാട് വിറപ്പിക്കുന്ന വാച്ചൂട്ടൻ എക്സൈസിന്റെ പിടിയിൽ നീയൊക്കെ എത്രയുള്ളടാ? എത്ര തല്ലിയിട്ടും ഇവരൊന്നും സത്യം പറയുന്നില്ല സാറേ. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ ഇവനല്ല ഇവന്റെ തന്ത വരെ പറയും. തല്ലുകൊണ്ട് ചാകണ്ടെങ്കിൽ സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ നീയൊക്കെ ഇവിടെ തീരും. വാറ്റുകൂട്ടനെ തൂക്കി അകത്തിടാൻ മാത്രം എന്ത് തെളിവാ സാറന്മാരെ നിങ്ങളുടെ കയ്യിലുള്ളത്? ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പിള്ളേരെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടില്ല. എത്രയൊക്കെ അരിച്ചു വിറിക്കാലും കിട്ടില്ല. പിന്നെ എന്ത് തെളിവ് വെച്ചിട്ടാ സാറന്മാരെ നിങ്ങൾ ഞങ്ങളെ പിടിച്ച് അകത്തിടാൻ പോകുന്നത്? നിന്നൊക്കെ പിടിച്ച വാറ്റൂപ്പി മതിടാ, നിന്നൊക്കെ പിടിച്ച അവത്തരെ. വാച്ചുകുപ്പിയോ? ഏത് വാച്ചുകുപ്പി? 2-3 ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഒരെണ്ണം കാണിക്കാൻ പറ്റുമോ ഇതൊക്കെ? ഷാജി, ആ വാറ്റുകുപ്പിക്ക് എടുത്തോടാ. കൂട്ടാൻ ഈ തെളിവ് മതി സാർ. പക്ഷേ കയ്യിലിരിക്കുന്ന സാധനം വാറ്റാണെന്ന് തോന്നുന്നില്ലല്ലോ. മൊത്തത്തിലൊരു പന്തികേട്. ഷാജി, അന്ന് മണത്ത് നോക്കടാ. ഇത് വെറും വെള്ള സാറേ. ഒന്നും കൂടെ ഒന്ന് മണത്ത് നോക്കണോ? എങ്ങനെ മണത്തണം വെള്ള സാറേ? കാട്ടിലിപ്പോ എന്തോരം വരൾച്ചയാ സാറേ. ഞാൻ അങ്ങോട്ട് പച്ചവെള്ളം കൊണ്ടുവന്ന പരിപാടിയല്ലേ. കുടിവെള്ളം വിറ്റിട്ടെങ്കിലും ഞങ്ങളൊക്കെ ജീവിച്ചോട്ടെ സാറേ. ഇവരൊക്കെ നമുക്ക് വേണ്ടത് തെളിവാ. ഇവന്റെ കാട്ടിലെ മുക്കും മൂലയും അരിച്ചു പെറുക്കിയിട്ടാണെങ്കിലും തെളിവുമായിട്ട് വന്നാ മതി. സാറോട് ഒറ്റയ്ക്ക്? ഞാൻ ഒറ്റക്ക് മതി. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പാ തെളിവുമായിട്ട് നിങ്ങൾ ഇവിടെ എത്തിയാൽ മതി. ഗോ ഫാസ്റ്റ്. എടാ രാജുവേ, സാറിന്റെ പിള്ളേരെ മുഴുവൻ കാട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. തെളിവ് കിട്ടുമോ എന്നറിയാ. കിട്ടുവോടാ പോയി? കിട്ടിയത് തന്നെ. എന്താ കുട്ടാ, ഞെട്ടിപ്പോയോ? ഞാൻ പറഞ്ഞിട്ടാ ഇവനും ഇവന്റെ പപ്പയും നിന്റെ അടുത്ത് വന്നത്. നീ അറിയാത്ത ഒരു ചെറിയ ബന്ധമുണ്ട് കുട്ടാ ഞങ്ങളെ തമ്മിൽ. ഇവരുടെ ബിസിനസ്സിൽ ഞാനും ഒരു പാർട്ട്ണറാ. എടാ, നീ അന്ന് സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടപ്പോ നീ എന്ത് കരുതി? ഞാൻ തോറ്റുപോയെന്നു. സർക്കാർ ജോലി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ കുട്ടാ? ചെറിയ സൈഡ് ബിസിനസ്സും വേണ്ടേ? ഞാനൊരാളോട് ഒരു കാര്യം പറഞ്ഞ ഒന്നെങ്കിൽ അത് നടക്കണം, അല്ലെങ്കിൽ അവൻ നശിക്കണം. കുട്ടന്റെ താവളവും കുട്ടനെ പിടിക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തത് ഈ സാറിന് ഞാനാ. അത് എങ്ങനെയെന്ന് ചോദിച്ചാ അത് ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം. കഞ്ചൂട്ടൻ എടച്ചേ, അന്ന് ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോ ഇവനെ നോട്ട് ചെയ്തതാ. കൂടുതൽ പണം കൊടുത്തപ്പോ ഇവനിങ്ങോട്ട് മറിഞ്ഞു.
കാട്ടിലെ താവളവും രാജു വരാനുള്ള സ്ഥലമൊക്കെ ഇവൻ തന്നെയാ എനിക്ക് പറഞ്ഞു തന്നത്. നിന്റെ കയ്യില് പിള്ളേരെ വെച്ച് ബിസിനസ് തുടങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഒറ്റ കുട്ടികളെ പോലും കണ്ടെത്താൻ ഞങ്ങൾ കഴിഞ്ഞില്ല. കുട്ടാ, കൂടെ നിന്നാ ഒരുമിച്ച് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവാ, അല്ലെങ്കിൽ നിനക്ക് എന്നേക്കുമായി ഓടുന്ന. ഒരുമിച്ച് നിൽക്കാൻ സമ്മതം അല്ലെങ്കിലോ? കാട് കയറി നിന്നെ പിടിക്കാൻ അറിയാമെങ്കിൽ ഇവിടെ ഇട്ട് നിന്നെ തീർക്കാനും അറിയാം. വാറ്റുകുട്ടനെ പിടിക്കാൻ നീയോ ഇവനോ അല്ല, നിന്നെയൊക്കെ ജനിപ്പിച്ച നിന്റെയൊക്കെ തന്തമാര് വിചാരിച്ചാൽ പോലും പറ്റില്ലടാ. തന്തൊക്കെ വിളിക്കുന്നോടാ. കഞ്ചൂട്ടാ, കള്ള നായിന്റെ മോനെ. കൈ വെക്കാനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ഡാനി. കഞ്ചൂട്ടാ, പണത്തിന് വേണ്ടി എന്ത് ചെയ്യും നിന്റെയൊക്കെ കൂടെ ഉള്ളവന്മാര്. പക്ഷെ ഞങ്ങള് തമ്മിൽ പണത്തിനേക്കാൾ വലിയ ബന്ധാ. ഇവനെ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതും ഞങ്ങളുടെ താവളം നിങ്ങൾക്ക് ഇവനെ കൊണ്ട് കാണിച്ചു തന്നതും എല്ലാം നിങ്ങൾക്ക് ഞങ്ങളെ പിടിക്കാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ താവളത്തിൽ നിങ്ങളെ എത്തിക്കാൻ വേണ്ടി. കുട്ടാ, ഞങ്ങളെ ചതിച്ചിട്ട് നീ ഒന്നും ഇവിടുത്തെ രക്ഷപ്പെടുകടാ. സാറേ, തീർത്തേക്ക് ഈ ചട്ടകളെ. നിനക്കൊക്കെ ഞങ്ങളെ കൊല്ലാം. പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ നിന്റെ പപ്പയുടെ കാര്യം കുറച്ച് കഷ്ടാണല്ലോ ഡാനി. പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നിന്റെ മൊബൈലിൽ ഇപ്പൊ ഒരു വീഡിയോ വന്നിട്ടുണ്ടാവും, എടുത്ത് നോക്ക്. എന്തിനാ എന്നെ കെട്ടിട്ടത്? മോനെ, ഇവരെന്നെ കൊല്ലും. രക്ഷിക്കടാ, രക്ഷിക്കടാ മോനെ. എന്താ സാറേ, നിങ്ങൾ ഞെട്ടിപ്പോയോ? നിങ്ങൾ ഇതുവരെ വലിയ വീരവാദം പറഞ്ഞല്ലോ, വാറ്റുകുട്ടനെയും ടീമിനെയും പൊക്കിയെന്ന്. എന്നാ നിങ്ങളീ പിടിച്ചുകൊണ്ട് വന്ന ഞാനോ ഇവനോ അല്ല യഥാർത്ഥ വാറ്റുകുട്ടൻ. അവനാടാ ഡാനി നിന്റെ തന്തയെ ഇപ്പൊ പിടിച്ചു വെച്ചത്. ഞങ്ങൾ ഇവിടുന്ന് ജീവനോടെ എത്തിയില്ലെങ്കിൽ പിന്നെ നിന്റെ തന്തയുടെ കാര്യം ഭൂം. നമ്മൾ പറഞ്ഞത് കേട്ട് സാറുമാരെ കിളി പോയെന്ന് തോന്നുന്നു. നീ അല്ലെങ്കിൽ പിന്നെ ആരാടാ വാറ്റുകൂട്ടൻ? പറയടാ. ചുമ്മാ നിന്റെ കൂട്ടിലേക്ക് വന്നു കയറാൻ വാറ്റുകുട്ടൻ വെറും എലിയല്ലടാ, അവൻ നല്ല നട്ടലുള്ള തന്തയ്ക്ക് പിറന്ന പുലിയാ. നോക്ക്. ഇങ്ങനൊരു ടെസ്റ്റ്
നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഇവിടുന്ന് ജീവനോടെ പുറത്തെത്തിയില്ലെങ്കിൽ നിന്റെ തന്തയുടെ കാര്യം പിന്നെ വാറ്റുകുട്ടം നോക്കി. കാരണം അത്രയ്ക്ക് പവറുള്ളവനാടാ ഞങ്ങളുടെ വാറ്റുകുട്ടൻ. ഇത്രയൊക്കെ പോറ്റാൻ ഇവൻ ആരാടാ നിന്റെ? പണത്തിന് വേണ്ടി ജനിപ്പിച്ച തന്തയും തള്ളയും വരെ കൊല്ലാൻ മടിയില്ലാത്ത ഈ കാലത്ത് രക്തബന്ധത്തിനെക്കാട്ടിലും വലിയ ബന്ധം സുഹൃത്ത് ബന്ധത്തിലുണ്ടെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഞങ്ങളാണ്. ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ പറക്കാത്ത കൂടെ പറപ്പാടാവൻ. കൂട്ടുകാർക്ക് ഒരു പ്രശ്നം വന്നാ രാവെന്നോ പകലെന്നോ നോക്കാതെ സ്വന്തം ജീവൻ കൊടുത്തും എന്തും ചെയ്യാൻ മടിയില്ലാതെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ പ്രാണനാണ്. ഇനിയും ഞങ്ങളെ ഇവിടെ തടഞ്ഞു വെച്ചാ അവൻ വന്ന് തീർക്കാൻ പോകുന്നത് നിന്നെയൊക്കെ മാത്രമല്ല, നിന്റെയൊക്കെ കുടുംബത്തിനെയും കൂടാ. അപ്പൊ എങ്ങനാ, ഞങ്ങൾക്ക് പോകാലോ അല്ലേ? വാടാ.